നമുക്കൊക്കെ അറിയാം, കഴിഞ്ഞ 45 ദിവസമായി സെക്രട്ടേറിയറ്റിന്റെ പടിക്കൽ സമരം ചെയ്യുന്ന ആശാവർക്കർമാർക്കും അതിനെ തുടർന്ന് സമരം ചെയ്യുന്ന അംഗൻവാടി ജീവനക്കാർക്കും ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഇന്ന് ഞങ്ങളിവിടെ സമരവുമായി വന്നിരിക്കുന്നത്. നമുക്കാർക്കും പ്രത്യേകിച്ച് പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ട ഒരു സാഹചര്യമില്ല ആശാവർക്കർമാരും അംഗൻവാടി ജീവനക്കാരെയും സംബന്ധിച്ചിടത്തോളം. നമുക്കറിയാം, ഈ സമൂഹത്തിന്റെ താഴേത്തലയിൽ പ്രകടനക്കാരായ ആളുകളാണ് ആശാവർക്കർമാരും അംഗൻവാടി വർക്കർമാരും. എന്നാൽ അവർ ചില ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കഴിഞ്ഞ 45 ദിവസമായി സെക്രട്ടേറിയറ്റിന്റെ പടിക്കലിരിക്കുമ്പോൾ ഈ സംസ്ഥാനം ഭരിക്കുന്ന ഭരണവർഗം, ഭരണ നേതൃത്വം അവരെ വളരെ നീചമായ രീതിയിൽ, വളരെ വിലഭ്യം പറഞ്ഞുകൊണ്ട് അവരെ അവമാനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ദയനീയമായ കാഴ്ചയാണ് നാം കാണുന്നത്. നമ്മുടെ രാജ്യത്തിൽ സമരം ചെയ്യുന്നവരെ ഇല്ലായ്മ ചെയ്യുവാനോ അവരെ ഒതുക്കുവാനോ ഉള്ള അവകാശം നമുക്കില്ല. എല്ലാവർക്കും അവരുടേതായ അവകാശമുണ്ട്, സമരം ചെയ്യാനുള്ള അവകാശമുണ്ട്, അവർക്ക് സംസാരിക്കുവാനുള്ള അവകാശമുണ്ട്. ഇന്ത്യൻ ഭരണകൂടം നൽകുന്ന എല്ലാ അവകാശങ്ങളും അവർ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഈ സമരത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. ഓരോ പഞ്ചായത്തുകളിലും കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്ന അംഗൻവാടി ജീവനക്കാർ, നമുക്കറിയാം, കഴിഞ്ഞ 15 വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ അംഗൻവാടി ജീവനക്കാരുടെ അവരുടെ ശമ്പളം വളരെ തുച്ഛമായ ശമ്പളമായിരുന്നു. എന്നാൽ UPA ഭരണകാലത്ത് ബഹുമാനപ്പെട്ട സോണിയാഗാന്ധി UPA ചെയർപേഴ്സണായിരിക്കുന്ന കാലത്ത് ധനമന്ത്രിയായി പ്രിയപ്പെട്ട മൻമോഹൻ സിംഗ് അവർ പ്രധാനമന്ത്രിയായിരുന്ന കാലത്താണ് ഘട്ടഘട്ടമായി അംഗൻവാടി ജീവനക്കാരുടെ ശമ്പളം ഉയർത്തി ഏകദേശം 12,000 രൂപ വാങ്ങിക്കുന്ന തരത്തിലേക്ക് വന്നത്. നമുക്കറിയാം, നമ്മുടെ ഗവൺമെന്റ്, കോൺഗ്രസ് ഗവൺമെന്റുകൾ അധികാരത്തിൽ നിന്ന സമയത്ത് മാത്രമാണ് ഇനിയുള്ള അവകാശങ്ങൾ നേടിയെടുക്കുവാൻ തൊഴിലാളികൾക്ക് സാധിച്ചിട്ടുള്ളത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, പലരും ഇവിടെ സംസാരിക്കാനുള്ളതുകൊണ്ട്. സുഹൃത്തുക്കളെ, നമുക്ക് പ്രിയപ്പെട്ട രവീപോത്തൂരോട് സൂചിപ്പിച്ചതുപോലെ ഈ ഭരണത്തെ അവസാന മാണിയമടിച്ച് ആഴക്കടലിലേക്ക് തള്ളേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. അതിന് ഞങ്ങളെ കേൾക്കുന്ന മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും മുന്നോട്ട് വരണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ധർണാ സമരത്തിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം ചെയ്തുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഈ ധർണാ സമരത്തിന് അഭിവാദ്യം അർപ്പിക്കാൻ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അംഗനവാടി ജീവനക്കാരൊരു മുന്നോട്ട് പോകുന്നു. ഇത്തരത്തിലുള്ള സമരം ഇവിടെ നടത്താനുള്ള കാര്യങ്ങൾ സത്യത്തിൽ നമ്മുടെ പ്രിയപ്പെട്ടവർ തിരുവനന്തപുരത്ത് ചെന്ന് അവിടുത്തെ ഒരു അവസ്ഥ, സെക്രട്ടേറിയറ്റിന്റെ അവസ്ഥ നേരിട്ട് കണ്ടാൽ നമുക്ക് ബോധ്യമാകും.